സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാനുള്ള ഹർജി കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ഇതിപ്പോൾ നാലാം തവണയാണ് ഇത്തരത്തിൽ ഈ കേസ് മാറ്റിവെക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കേരളവും ഒപ്പം തന്നെ പ്രവാസ ലോകവും കാത്തിരിക്കുകയായിരുന്നു മോചനത്തിന്. ഇത്തവണ കോടതി വിധി പറയുമ്പോൾ മോചനത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തന്നെ ഇപ്പോൾ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസ് പിന്നീട് പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളും ഒപ്പം തന്നെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ മുഴുവൻ പ്രവാസി സമൂഹവുമൊക്കെ ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. 18 വർഷമാണ് ഈ കേസിൽ അബ്ദുൾ റഹീം ജയിലിൽ ശിക്ഷ അനുഭവിച്ചത്. 2016 ഇത്തരത്തിൽ ഈ ഡ്രൈവറായി സൗദിയിൽ ജോലിക്ക് എത്തുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അബ്ദുൾ റഹീം എത്തുകയും ചെയ്യുന്നത്. സാങ്കേതിക കാരണങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു വിധി സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വിധി മാറ്റിയത്, അല്ലെങ്കിൽ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറെ നിരാശയാണ് ഇപ്പോൾ കുടുംബത്തിനൊപ്പം തന്നെ ഈ വിധിയിൽ അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശയാണ്. കുടുംബത്തിന് ഒരുപക്ഷെ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തെ കാണാൻ മാതാവ് അവിടെ എത്തുന്നതും ഒപ്പം തന്നെ സംസാരിക്കുകയും പലവിധ കാര്യങ്ങൾ പറയുകയും ചെയ്തതൊക്കെ. അപ്പോൾ മാതാവിനെയും ഒപ്പം തന്നെ കുടുംബത്തിനെയും സംബന്ധിച്ചിടത്തോളം വളരെ നിരാശകരമായൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മോചന ഉത്തരവ് ഇന്നുണ്ടാകില്ല. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിധി മാറ്റിവെച്ചതെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് 34 കോടി രൂപ ദയാധനം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സൗദി ബാലൻ്റെ കുടുംബത്തിന് 34 കോടി രൂപയാണ് നൽകിയത്. അതായത് 15 മില്യൺ, ഏകദേശം 15 മില്യണാണ്. അതായത് ഒരു കോടി റിയാലാണ് ഇത്തരത്തിൽ ഇന്ത്യൻ മണി, അതായത് 34 കോടി രൂപയാണ് ഇത് നൽകിയിരുന്നു. ഇത് അവരുടെ ഈ സൗദി ബാലൻ്റെ കുടുംബം അത് സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളും കോടതി വാദിക്കാനിരുന്ന മറ്റ് കേസുകളും ഇത്തരത്തിൽ സാങ്കേതിക കാരണം കൊണ്ട് മാറ്റിയെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറെ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ അതിൽ ഇപ്പോൾ ഒരു നിരാശ ഉണ്ടായിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ മലയാളികളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇക്കാര്യത്തിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ഇപ്പോൾ എന്തായാലും അതിലൊരു നിരാശയുണ്ടായി. എല്ലാ കേസുകളും, അതായത് ഇന്ന് കോടതി പരിഗണിക്കാനിരുന്ന ഇദ്ദേഹത്തിൻ്റെ കേസിനോടൊപ്പം, അതായത് അബ്ദുൾ റഹീമിൻ്റെ കേസിനോടൊപ്പം തന്നെ പരിഗണിക്കാനിരുന്ന എല്ലാ കേസുകളും നിലവിൽ മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാങ്കേതിക കാരണം തന്നെയാണ്. റിയാദ് കോടതിയുടേതാണ് ഈ തീരുമാനം. എന്തായാലും അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം മോചനം ഇനിയും നീളും. ഇപ്പോൾ 3 തവണ ഈ കേസ് നേരത്തെ മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ 4ാം തവണയാണ് ഈ കേസ് ഇപ്പോൾ വീണ്ടും പരിഗണിക്കുന്നത് മാറ്റിയത്. ഈ സാങ്കേതിക കാരണങ്ങളാണെന്ന് ഇദ്ദേഹത്തിൻ്റെ സഹായ സമിതിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ജമാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജമാൽ, ഏറെ നിരാശാജനകമായൊരു വാർത്ത. ഇപ്പോൾ ഈ കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു. സാങ്കേതിക കാരണങ്ങളാണെന്ന് കോടതി അറിയിച്ചിരുന്നു. ഒപ്പം മറ്റ് കേസുകളും മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുപോലെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് പബ്ലിക് റൈറ്റ്സ് ഡിഫൻസ് സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ എപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് നീണ്ടു പോകുന്നതും അല്ലെങ്കിൽ അതിന്റെ മോചനവുമായി ബന്ധപ്പെട്ട അന്തിമവിധി ഉണ്ടാകാൻ കാലതാമസം വരുന്നതും. നേരത്തെ ഈ സൗദി ബാലന്റെ കുടുംബം ദിയാദനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും അത് ഒരു മോചനത്തിനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഈ പബ്ലിക് റൈറ്റ്സ് ഡിഫൻസ് പ്രകാരമുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില സാങ്കേതികമായ കാര്യങ്ങളാണ് ഈ വിധി നീണ്ടു പോകുന്നതിന് കാരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് ഇതിന്റെ അടുത്ത സിറ്റിംഗ് എന്ന് കോടതി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഉടൻ തന്നെ മറ്റൊരു സിറ്റിംഗ് കൂടി ഇത് സംബന്ധിച്ച് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ റഹീം ജമാൽ കേൾക്കാമെങ്കിൽ. കാരണം നന്ദു, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പബ്ലിക് റൈറ്റ്സ് ഡിഫൻസ് സംബന്ധിച്ച ചില സാങ്കേതിക നടപടികൾ അല്ലെങ്കിൽ ചില സാങ്കേതിക ക്രമങ്ങളാണ് ഇപ്പോൾ
ഈ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമാകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സൗദി ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകിയിരുന്നു. ദിയാദനം സ്വീകരിച്ച ശേഷം മാപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും പബ്ലിക് ഡിഫൻസ് പ്രകാരമുള്ള ചില സാങ്കേതിക ക്രമങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച ചില അവ്യക്തതകളാണ് ഈ കേസ് നീണ്ടുപോകുന്നതിന് കാരണം, അല്ലെങ്കിൽ ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇത് സംബന്ധിച്ച അന്തിമ വിധി ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ഒരു സിറ്റിംഗ് ഇനിയും തുടരും എന്നാണ്. ഈ തുടരുന്നത് സംബന്ധിച്ച് ചില ആശങ്കകൾ പൊതുവിലുണ്ട്. കാരണം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. കുടുംബം, ഈ മരിച്ച സൗദി ബാലൻ അനസ് അൽ ഷഹീദിന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് സംബന്ധിച്ച അന്തിമ ഒരു തീരുമാനം എടുക്കേണ്ടത് സർക്കാരോ അല്ലെങ്കിൽ കോടതി തന്നെയാണ്. ഈ പബ്ലിക് ഡിഫൻസ് പ്രകാരമുള്ള ചില സാങ്കേതിക ക്രമങ്ങളാണ് ഇപ്പോൾ കേസ് നീണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നതിന് കാരണം തടസ്സമായി നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു സിറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഇനിയും സിറ്റിംഗുകൾ വേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇത് മോചനവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകൂ. അത് മോചനമാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിധിയാണ് എന്നത് ഇനിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല എന്നതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത. പക്ഷേ പൊതുവിൽ ഈ വധശിക്ഷ റദ്ദാക്കിയത് കഴിഞ്ഞ ജൂലൈയിൽ ഈ വധശിക്ഷ റദ്ദാക്കിയത് ഒരു സൂചകമായ കാര്യമാണ്. അതാണ് ഈ മോചനത്തിലുള്ള ഏറെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും. എന്നാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കണ്ടു. ശരി ജമാൽ, തുടരുക. ഇപ്പോൾ ഈ അബ്ദുറഹീമിൻ്റെ വീട്ടിൽ നിന്നും ജോഷ്ല കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോഷ്ല, ഏറെ പ്രതീക്ഷയിലായിരുന്നു കുടുംബം, എന്നാൽ ഇപ്പോൾ നിരാശാജനകമായൊരു വാർത്ത ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഈ കേസിൽ വിധി പറയുന്നത് മാറ്റി, ചില സാങ്കേതിക കാരണങ്ങളാണ് ഇത്തരത്തിൽ വിധി പറയാൻ മാറ്റിയതെന്നാണ് ഈ അവസരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് പ്രതികരണങ്ങൾ, വിശദാംശങ്ങൾ? തീർച്ചയായും നന്ദു, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അബ്ദുറഹീമിന്റെ സഹോദരൻ നമ്മളുടെ കൂടെയുണ്ട്. നസീർ, എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ ഇപ്പോൾ ഓരോ ഡേറ്റ് പറയുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 8-നായിരുന്നു, 4 ദിവസം കൊണ്ടാണ് ഇപ്പം പെട്ടെന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിളിച്ചത്. പക്ഷേ എന്താ അറിയില്ല, നീട്ടി വെച്ചു. ടെക്നിക്കൽ ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യുക, അടുത്ത ദിവസം തന്നെ ഇതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഓരോ ഡേറ്റ് പറയുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയിലാണ്. പക്ഷേ ആ ഡേറ്റ് നീട്ടി വെക്കുമ്പോഴേക്കും നമ്മളെല്ലാം അസ്തമിക്കുകയാണ്. അടുത്ത ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യാം. ഉമ്മ വേണ്ടേ, പക്ഷേ ചാനൽ വരുന്നില്ല. കാരണം ഉമ്മക്ക് ഇതിങ്ങനെ ഓരോ ഡേറ്റ് മാറ്റിക്കുന്നതനുസരിച്ച് ഉമ്മ ആകെ എന്താ പറയുക സങ്കടപ്പെട്ട് ഇടങ്ങേറാവുകയാണ്. 4ാമത്തെ തവണയാണ്. അതെ. ഇപ്പോൾ പെട്ടെന്നായിട്ടുണ്ട്. കഴിഞ്ഞ 8-നായിരുന്നു കേസ് എടുത്തിരുന്നത്. 8 കഴിഞ്ഞ് ഇപ്പോൾ 12-നായപ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയിലായിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇപ്പം അവിടുത്തെ കോടതിയിലെ എന്താ വിഷയങ്ങളാണെന്ന് പറഞ്ഞു. എന്ത് വിഷയമാണെന്ന് അറിയാം, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. നന്ദു, ഇതാണ് കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്. ഏറെ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇന്ന് എന്തായാലും ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഓരോ തവണ മാറ്റിവെക്കുമ്പോഴും തങ്ങളുടെ ആദി കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഉമ്മ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല, കാരണം അത്രയേറെ പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഉമ്മ വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദു. ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അമ്മയുടെ ഒരു മാനസികാവസ്ഥ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.